മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ചൂരൽമലയ്ക്ക് ആശ്വാസമേകി കേരള കത്തോലിക്ക മെത്രാൻ സമിതി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിച്ച ചൂരൽമലയിലും മുണ്ടക്കയിലും 2024 ഓഗസ്റ്റ് 13 KCBC നേതൃനിര സന്ദർശിച്ചു. KCBC പ്രസിഡന്റ് മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ, സെക്രട്ടറി ജനറൽ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവ്, ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് സന്ദർശിച്ചത്. തുടർന്ന് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവരുടെയും പരിക്കേറ്റവരുടെയും വേദനയിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ചെയ്തു. ബത്തേരി ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം, ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. വയനാട്ടിലും വിലങ്ങനാട് പ്രദേശത്തും സ്ഥലവും വീടും വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട 100 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ ഉറപ്പാക്കുമെന്നും സഭയുടെ ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാരുടെയും മെഡിക്കൽ സംഘത്തിന്റെയും സേവനം ആവശ്യപ്രകാരം ലഭ്യമാക്കുമെന്നും KCBC പ്രസിഡന്റ് മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ അറിയിച്ചു. ഹരിതശീല വർഷമായി ആചരിക്കും KCBC. 2025 ലൗദോത്തോ സിയുടെ 10ാം വാർഷികത്തിന്റെയും ആഗോള സഭയുടെ മഹാജൂബിലിയോടനുബന്ധിച്ചുള്ള കേരള സഭാ നവീകരണത്തിന്റെയും ഭാഗമായി കേരള സഭ ഒന്നാകെ സംസ്ഥാന തലത്തിലും രൂപത ഇടവക തലങ്ങളിലും സഭാ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഹരിതശീല പ്രയത്നങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 2024 ഓഗസ്റ്റ് മാസത്തിൽ കൂടിയ യോഗം ആഹ്വാനം ചെയ്തു. 2025 ജനുവരി മുതൽ 2026 ഡിസംബർ വരെയുള്ള 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ രൂപതകളെയും ഇടവകകളെയും സ്ഥാപനങ്ങളെയും ഹരിതചട്ടങ്ങൾ പാലിക്കുന്ന കാർബൺ ന്യൂട്രൽ സംവിധാനങ്ങളായി രൂപാന്തരപ്പെടുത്തുക, ഇടവകകളും സ്ഥാപനങ്ങളും ഗ്രീൻ ഓഡിറ്റ് നടത്തുകയും ഹരിതചട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക, എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും ഇടവകകളും ആഗോള സഭയുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സംവിധാനമായ ലൗദോത്തോ സി ആക്ഷൻ പ്ലാറ്റ്ഫോമിൽ അംഗമാവുകയും തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുക എന്നതാണ് ഹരിതശീല വർഷത്തിന്റെ പ്രധാന ലക്ഷ്യം. മിലൻ 2024 നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിയോളജി ഡിപ്ലോമ കോഴ്സ് മിലൻ 2024 എന്ന പേരിൽ ഓഗസ്റ്റ് 14-15 ദിവസങ്ങളിലായി സഭാ ആസ്ഥാനമായ പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം മലങ്കർ മേജർ സെമിനാരി വൈസ് റക്ടർ ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ, അഭിവന്യ എബ്രഹാം മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, കുര്യ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, മലങ്കര മേജർ സെമിനാരി റക്ടർ ഫാദർ ഡോക്ടർ ജിജി ഫിലിപ്പ് ചരൂപുരയിടത്തിൽ, ഫാദർ ജോസഫ് വള്ളിയാട്ട്, ഫാദർ ജോസഫ് മലയാറ്റിൽ, ഫാദർ വർഗീസ് നടുതല എന്നിവർ ക്ലാസുകൾ നയിച്ചു. വചനവർഷം സന്യസ്തർക്കായുള്ള പരിശീലനം നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സന്യാസിനികൾക്കായുള്ള വചനവർഷം 2024-25 വർഷത്തെ റിസോഴ്സ് ടീം രൂപീകരണത്തിന്റെ പരിശീലനം ഓഗസ്റ്റ് 15 മേരി മക്കൾ സന്യാസിനി സമൂഹം വെണ്ണിയൂർ പ്രൊവിൻസിൽ വെച്ച് നടത്തപ്പെട്ടു. കുര്യ മെത്രാനും ശതാബ്ദി ആഘോഷങ്ങളുടെ കോർഡിനേറ്ററുമായ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ജൂബിലി കോർഡിനേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ എടേത്ത്, സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM എന്നിവർ ലക്ഷ്യോദിവീനിക്കും ക്ലാസുകൾക്കും നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഫ്രാൻസിറ്റ മാത്യു DM നേതൃത്വം നൽകി. സുവിശേഷ സംഗമം നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനത്തിലെ കൈവയ്പ് ലഭിച്ച സുവിശേഷ സംഘാംഗങ്ങളുടെ സംഗമം ഓഗസ്റ്റ് 15 പാറശാല വെണ്ണിയൂർ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സുവിശേഷ സംഘം ചെയർമാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബെനഡിക്ട് മൂഴിക്കര OIC, സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM എന്നിവർ ക്ലാസുകൾ നയിച്ചു. ക്രമീകരണങ്ങൾക്ക് പാറശാല ഭദ്രാസന സുവിശേഷ സംഘം ഡയറക്ടർ ഫാദർ ജോഷുവ തേനിവിള നേതൃത്വം നൽകി. ഇടയ സവിതേ സംഗമം നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വിശ്വാസ പരിശീലന ദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 11 ഇടയ സവിത എന്ന പേരിൽ വെർച്വൽ മീറ്റ് നടത്തപ്പെട്ടു. ഭദ്രാസനത്തിലെ 100 ഇടവകളിൽ നിന്ന് 3500 കുഞ്ഞുങ്ങളും 1000-ലധികം അധ്യാപകരും ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരും പങ്കെടുത്ത മീറ്റിംഗ് പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ പരിശീലനം പ്രതിസന്ധിയിലായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പരസ്പര സ്നേഹവും പങ്കുവെക്കലും മുഖമുദ്രയായ ഈ മാതൃക
പൊതുസമൂഹത്തിനും വഴികാട്ടിയാകണമെന്ന് അഭിമന്യ പിതാവ് പറഞ്ഞു. ഫാദർ ജെറിൻ CMI ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് ഭദ്രാസന വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ റോബിൻ മനക്കിലേത്ത് നേതൃത്വം നൽകി. എൻക്രിസ്റ്റോ ടീൻസ് ഗ്യാതറിംഗ് നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ കൗമാരക്കാരുടെ ആത്മീയ വളർച്ചയെ ലക്ഷ്യം വെച്ച് ഓരോ വൈദിക ജില്ലകളിലെയും പള്ളികളിൽ 8 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എൻക്രിസ്റ്റോ എന്ന പേരിൽ ടീൻസ് ഗ്യാതറിംഗ് നടത്തപ്പെടുന്നു. കോന്നി വൈദിക ജില്ലയിലെ രണ്ടാമത്തെ ടീൻസ് ഗ്യാതറിംഗ് ഓഗസ്റ്റ് 4-ന് വകയാർ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ജില്ലാ വികാരി ഫാദർ വർഗീസ് കൈതോൺ അനുഗ്രഹ സന്ദേശം നൽകി. കുട്ടികളും അധ്യാപകരും പ്രോഗ്രാം ലീഡേഴ്സും അടക്കം 150ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ജില്ലാ ഡയറക്ടർ ഫാദർ ബിജോയ് തുണ്ടിയത്ത്, ആനിമേറ്റർ സിസ്റ്റർ തേജസ് DM, പത്തനംതിട്ട ഭദ്രാസന സുവിശേഷവൽക്കരണ കാര്യാലയത്തിന്റെ ടീൻസ് ടീം അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം നടത്തപ്പെട്ടു. MCYM പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ 2024 പ്രവർത്തന വർഷത്തെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം ഓഗസ്റ്റ് 10-ന് പമ്പുമല സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ ആനിമേറ്റർ സിസ്റ്റർ ജോവാന സൈസി പതാക ഉയർത്തി. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനം കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഇമ്മാനുവൽ MJ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പതാലിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഫാദർ ജിനു കൂടത്തിനാൽ, ഭദ്രാസന ജനറൽ സെക്രട്ടറി സുബിൻ തോമസ്, വൈസ് പ്രസിഡന്റുമാരായ ജിഷ ജോസ്, ലിൻഡോ തോമസ്, ജില്ലാ പ്രസിഡന്റ് സാം കോശി, യൂണിറ്റ് പ്രസിഡന്റ് ജനറ്റ് ഡാനിയൽ എന്നിവർ സന്നിഹിതരായിരുന്നു. 5 വൈദിക ജില്ലകളിൽ നിന്നായി 65ഓളം യുവജന നേതാക്കന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നേതൃസംഗമം നടത്തപ്പെട്ടു. MCYM മുളന്തറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫോളോ മീ 2K24 എന്ന പേരിൽ നേതൃസംഗമവും കോന്നി വൈദിക ജില്ലയിലെ യൂണിറ്റ് വൈദിക ജില്ല ഭാരവാഹികൾക്കായി ആദരവും ഓഗസ്റ്റ് 11-ന് മുളന്തറ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അഭിനാൽ ഭട്ട് അധ്യക്ഷത വഹിച്ച നേതൃസംഗമം MCYM പത്തനംതിട്ട ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പതാൽ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന ജനറൽ സെക്രട്ടറി സുബിൻ തോമസ് ക്ലാസ് നയിച്ചു. 23 യൂണിറ്റിൽ നിന്നായി 180-ൽ പരം യോജനകൾ നേതൃസംഗമത്തിൽ പങ്കെടുത്തു. A++ ഗ്രേഡ് നേടി മാറിവാനിയോസ് കോളേജ്. തിരുവനന്തപുരം നാലാഞ്ചിറ മാറിവാനിയോസ് വിദ്യാനഗറിലെ മാറിവാനിയോസ് കോളേജ് NAC അക്രഡിറ്റേഷൻ 5-ാം സൈക്കിളിൽ A++ ഗ്രേഡ് നേടി. 3.56 ഗ്രേഡ് പോയിന്റ് ശരാശരിയോടെയാണ് കോളേജ് ഈ നേട്ടം കൈവരിച്ചത്. 5-ാം സൈക്കിളിൽ A++ ഗ്രേഡ് നേടുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ആദ്യ സ്വയംഭരണ കോളേജാണ് മാറിവാനിയോസ് കോളേജ്. കേരള സർവകലാശാലയിൽ 5-ാം സൈക്കിൾ അക്രഡിറ്റേഷനിലെത്തുന്ന ആദ്യ കോളേജ് എന്ന പദവിയും ഇവാനിയോസിനുണ്ട്. MCMF ദിനാഘോഷം. വിശുദ്ധ മോനിക്കായുടെ തിരുനാളോടനുബന്ധിച്ച് ഓഗസ്റ്റ് 28-ന് MCMF സഭാതല സമിതി ജനനി 2024 എന്ന പേരിൽ തിരുവല്ല ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിൽ തിരുവല്ല ശാന്തിനിലയത്തിൽ വെച്ച് മലങ്കര കാത്തലിക് മദേഴ്സ് ഫോറം ദിനാഘോഷം നടത്തപ്പെടുന്നു. ഭദ്രാസന ഡയറക്ടർമാരും ആനിമേറ്റർമാരും ഭദ്രാസന ഭാരവാഹികളും പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിക്കും. തിരുവല്ല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കോർലോസ് മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ്, കുടുംബങ്ങളുടെ സനഹദോഷ് കമ്മീഷൻ ചെയർമാൻ അഭിമന്യ യൂഹാൻ മാർ തേഡോസിസ് മെത്രാപ്പൊലീത്ത എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. MCMF ലോഗോ പ്രകാശനവും MCMF ആന്തം റിലീസിംഗും തദവസരത്തിൽ നടത്തപ്പെടുന്നതാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.